ഒരു ശബ്ദം. അത് നമ്മൾ പല അവസരങ്ങളിൽ ഒരുപാട് തവണ കേൾക്കാറുണ്ട്. സ്വാർത്ഥത. അവൻ സ്വാർത്ഥനാണ്, അവൻ സ്വാർത്ഥതയാൽ ഈ പാപം ചെയ്തിരിക്കുന്നു, ഇങ്ങനെ പലതും. ഈ ലോകം സ്വാർത്ഥതയെ പാപത്തിന്റെ മൂലകാരണമായി കരുതുന്നു. പക്ഷെ ഈ സ്വാർത്ഥത ചീത്തയാണോ? അല്ല. സ്വാർത്ഥത എന്ന ശബ്ദമുണ്ടായിരിക്കുന്നത് സ്വായിൽ നിന്നാണ്, അതായത് സ്വയം എന്നതിൽ നിന്ന്. ഒരുവൻ ഏത് കാര്യത്തിലാണോ സ്വന്തം കാര്യം മാത്രം നോക്കുന്നത്, സ്വന്തം ലാഭം മാത്രം നോക്കുന്നവനാരോ അവനെ സ്വാർത്ഥനെന്ന് പറയുന്നു. ചോദ്യം ഇതാണ്: നിങ്ങൾ എപ്പോഴാണ് സ്വാർത്ഥനാകുന്നത്? ഒരുപക്ഷെ നിങ്ങളിൽ ഞാനെന്ന് മാത്രമുണ്ടെങ്കിൽ നിങ്ങൾ സ്വാർത്ഥനാണ്. നിങ്ങളുടെ ഞാനിൽ കുടുംബം മാത്രമാണെങ്കിൽ നിങ്ങൾ കുടുംബാർത്ഥിയാണ്. എന്നാൽ നിങ്ങളുടെ ഞാനിൽ മറ്റുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പരോപകാരിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഞാനിൽ ഈ ലോകം മുഴുവനുണ്ടെങ്കിൽ നിങ്ങൾ പരമാർത്ഥിയാണ്. അതുകൊണ്ട് സ്വാർത്ഥതയിൽ നിന്ന് ഓടി ഒളിക്കേണ്ട. നിങ്ങളുടെ മനസ്സ് വിശാലമാക്കൂ. അങ്ങനെ മനസ്സ് വിശാലമാക്കുമ്പോൾ നിങ്ങളുടെ ഈ സ്വാർത്ഥത പരമാർത്ഥതയിലേക്ക് വഴിമാറുന്നതാണ്. രാധേ രാധേ.